പ്രിയങ്കരനായ ആ അനുചരൻ, ആ സന്തത സഹചാരി ആ ഖബറിന്റെ അരികിൽ നിന്ന് പൊട്ടി പൊട്ടി കരയുകയാണ്. ദാടിരോമം നനയത്തക്ക നില, ദാടിരോമം നനയുമാർ ബഹുമാനപ്പെട്ട ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു പൊട്ടി പൊട്ടി കരയുകയാണ്. മഹാനവറുകളോട് ബഹുമാനപ്പെട്ട സഹാബാക്കൾ ചോദിക്കുകയാണ്, മാലക യാ അമീറുൽ മുഅ്മിനീൻ, എന്താണ് അങ്ങേക്ക് സംഭവിച്ചത് അമീറുൽ മുഅ്മിനീനെ? അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിൽ എത്രയോ മണിക്കൂറുകളോളം അങ്ങ് വിശ്രമിച്ചവരാണ്. ഹബീബായ തങ്ങളുടെ സദസ്സിൽ നിന്ന് ഖബറിനെ കുറിച്ച് കേട്ടവരല്ലയോ? അല്ലാഹുവിന്റെ റസൂൽ സ്വർഗത്തെ കുറിച്ച് പറഞ്ഞിട്ടില്ലയോ? നരകത്തെ പരാമർശിച്ചപ്പോൾ അങ്ങ് കരയുന്നതായി ഞങ്ങൾ കണ്ടതേയില്ല. ഇന്ന് ഈ ഖബറിന്റെ ഓരത്ത് നിന്ന് പൊട്ടി പൊട്ടി കരയുന്നതിന്റെ യാഥാർത്ഥ്യം എന്താണ് മഹാനവറുകളെ? ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹുവിനോട് ബഹുമാനപ്പെട്ട സ്വഹാബാക്കൾ ചോദിക്കുകയാണ്. മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു പറയുകയാണ്, സമിഅതു നബിയ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബായ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞത് ഞാൻ കേട്ടിട്ടുണ്ട്. അൽ ഖബ്റു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ, ആഖിറത്തിലേക്കുള്ള തുടക്കമാണ്, അതിന്റെ കവാടമാണ്, അതിന്റെ ചുവടുവെപ്പാണ് ഈ കാണുന്ന ഖബർ. ഫമൻ നജാ ഫീഹി ഫമാ ബഅദഹു ഐസർ, ആരാണോ ആ ഖബറിൽ ആദ്യത്തെ ദിനത്തിൽ തന്നെ രക്ഷപ്പെട്ടത്, ആദ്യത്തെ ദിനം തന്നെ സുരക്ഷിതമാക്കപ്പെട്ടത്, ഫമാ ബഅദഹു ഐസർ, പിന്നീട് അങ്ങോട്ട് അവർ ദുഃഖിക്കേണ്ടതേ ഇല്ല, പ്രയാസപ്പെടേണ്ടതേ ഇല്ല. ഫമൻ ലം യൻജു മിൻഹു, ആരാണോ ആ ഖബറിൽ രക്ഷ പ്രാപിക്കാതെ ദുഃഖാർത്തരായി ദുഃഖിതരായി വ്യസനത്തോടെ ദുഃഖത്തോടെ ലമ്മത്തുൽ ഖബറിന്റെയും ലഗ്തത്തുൽ ഖബറിന്റെയും വേദന കൊണ്ട് ആരാണോ അലമയിടുന്നത്, നിലവിളിക്കുന്നത്, ഫമാ ബഅദഹു അശദ്ദു, പിന്നീട് അവർക്ക് അങ്ങോട്ടുള്ള ജീവിതം ദുർഘടമാണ്, ദുർഘടമാണ്. അതുകൊണ്ടാണ് ആ ഖബർ കടപ്പോൾ ഞാൻ കരഞ്ഞു പോയതെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു. ഒരു പക്ഷേ അല്ലാഹുവിന്റെ റസൂലിന്റെ സദസ്സിലിരുന്നപ്പോൾ എനിക്ക് ഇത്രത്തോളം എഫക്റ്റ് ഉണ്ടായിക്കൊള്ളണമെന്നില്ല. ചില വാള് കേൾക്കും, വാളെല്ലാം കേൾക്കും, പക്ഷെ എന്നാൽ ഇത്ര എഫക്റ്റ് കിട്ടൂല. വാള് കേൾക്കുന്നവരെല്ലാം നന്നാവുമായിരുന്നെങ്കിൽ എന്നേ ഞാൻ നന്നാവുമായിരുന്നു. ഏറ്റവും കൂടുതൽ വാള് പറഞ്ഞ ആള്, ഏറ്റവും കൂടുതൽ വാള് കേട്ട മൈക്കുകാര് നന്നായിട്ടുണ്ടോ ജീവിതത്തിൽ? സുബഹി നിസ്കരിച്ചിട്ടുണ്ടോ മോനെ? കിടന്ന് ഉറങ്ങും. അല്ല, ഇവരൊക്കെ നിസ്കരിക്കുന്നില്ല. തമാശക്ക് പറഞ്ഞ കേട്ട മൈക്ക് സൗണ്ട് കുറച്ച് വെക്കല്ലേ? ഇല്ല, അങ്ങനല്ലേ? നമ്മൾ കേൾക്കാൻ വലിയ ഇൻട്രസ്റ്റ് ആണ്, താല്പര്യം കാണിക്കും, കേൾക്കാൻ വലിയ മഞ്ചാണ്, കേൾക്കാൻ വലിയതാണ്. പക്ഷെ എന്താ സംഭവം? ഉൾക്കൊള്ളണ്ടേ? പക്ഷെ അത് കാണുമ്പോഴാണ്. ഇപ്പൊ അപകടത്തെ കുറിച്ചൊക്കെ നമ്മൾ പറയും, മരണത്തെ കുറിച്ചൊക്കെ പറയും. ചില മരണം കാണുമ്പോൾ നമുക്ക് പേടിയായിരിക്കും. കാണുമ്പോൾ, ആ രംഗം കാണുമ്പോൾ അല്ലേ? എത്രത്തോളം രംഗത്തെ കുറിച്ച് പറഞ്ഞാലും നമുക്കൊരു പക്ഷേ നമ്മുടെ മനസ്സിൽ അതിന്റെ എഫക്റ്റ് ഉണ്ടാവില്ല. അത് കാണുമ്പോൾ ചില അപകടങ്ങളൊക്കെ പെട്ട് നമ്മുടെ നല്ല സഹോദരങ്ങളൊക്കെ തലയൊക്കെ പൊട്ടിച്ചിതറി ചിന്ന ഭിന്നമായി കിടക്കുന്ന, അദാരുണമായി ആരുടെയും സഹായമില്ലാതെ നടുറോഡിൽ കിടക്കുന്ന രംഗം. നഊദു ബില്ലാഹ്, നഊദു ബില്ലാഹ്. അല്ലാഹുമ്മ നജ്ജിനാ മിമ്മാ ഇബ്തലാക അല്ലാഹു ബിഹി വഫളലനാ ഖൈറൻ മിമ്മാ ഖലഖ തഫ്ളീല. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ, അല്ലാഹു നമ്മുടെ സഹോദരങ്ങളെ കാത്തുരക്ഷിക്കട്ടെ. ആ ഒരു രംഗം നമുക്ക് വല്ലാത്തൊരു വിഷമം ഉണ്ടാക്കും, വല്ലാത്തൊരു പ്രയാസം ഉണ്ടാക്കും. അത് കാണുമ്പോൾ ചില മയ്യത്തെ കാണാനേ പോകില്ല. അത് കാണാനുള്ള ശക്തി എനിക്കില്ല, അത് കാണാനുള്ള കഴിവ് എനിക്കില്ല, അത് കാണാൻ നമുക്ക് മനസ്സ് വലിയ മടിയാണ്. ചില ഖബറുകൾ നമ്മൾ കാണുമ്പോൾ വല്ലാത്ത ഒരു പേടിയായിരിക്കും, വല്ലാത്തൊരു വിഷമമായിരിക്കും. അതുകൊണ്ട് അടുത്ത് പോയി നിൽക്കണം. നമ്മൾ നിൽക്കുമ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുക. രോഗികളെ നമ്മൾ കേട്ടാൽ പോരാ, ആ രോഗികളെ നമ്മൾ കാണണം, പോയി അടുത്ത് നിന്ന് ആ രോഗ സന്ദർശനം നടത്തണം. അദ്ദേഹത്തിന് സംസാരിക്കാൻ കഴിയാത്ത അവസ്ഥ, കൈപൊക്കാൻ കഴിയാത്ത അവസ്ഥ, കാലുയർത്താൻ കഴിയാത്ത അവസ്ഥ, എഴുന്നേൽക്കാൻ കഴിയാത്ത അവസ്ഥ, നടക്കാൻ കഴിയാത്ത ദുസ്സഹമായ അവസ്ഥ കാണുമ്പോ എനിക്കും നിങ്ങൾക്കും വല്ലാത്ത ദുഃഖമാണ്, പ്രയാസമാണ്.
അതുകൊണ്ട് നിങ്ങൾ രോഗികളെ സന്ദർശിക്കണേ, ആ രോഗികൾക്ക് സന്തോഷത്തിന്റെ വാക്ക് പറയണേ. അവിടെ പോയിരിക്കണം, തലതടവി കൊടുക്കണം, സമാധാനത്തിന്റെ വാക്ക് പറയണം. രോഗികൾ രോഗികൾ എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, അത് നമ്മൾ കാണണം, അവരുടെ അവസ്ഥ നമ്മൾ അറിയണം, മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അറിയണം. അതിനുവേണ്ടിയാണ് പോകാൻ പറയുന്നത്. അതുകൊണ്ട് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ഖബറിനെ കുറിച്ച് ധാരാളം കേട്ടിട്ടുണ്ട്. പക്ഷേ കരയാതിരുന്ന മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു അൻഹു ആ ഖബറിന്റെ അരികിലേക്ക് നടന്നു പോകുമ്പോ ആ ഖബറിന്റെ ഓരത്ത് നിന്ന് ഫബകാ തവീലാ, പൊട്ടി പൊട്ടി കരയുകയാണ്, ദീർഘനേരം കരയുകയാണ്, ഖബറിന്റെ അവസ്ഥകളെ ഓർത്ത് കരയുകയാണ്. നാളെ ഒറ്റപ്പെട്ട ഈ ഖബറിന്റെ ഉള്ളറയിൽ കഴിയേണ്ടതിനെ കുറിച്ച് ഓർക്കുകയാണ്. كما قال رسول الله صلى الله عليه وسلم, നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതുപോലെ ഇദാ ഉൽഹിദ ഫീ ഖബരിഹി, ഒരു മനുഷ്യന്റെ മയ്യത്ത് ഖബറിലേക്ക് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ വൻസറഫ അൻഹുൽ അസ്ഹാബു വൽ അഖാരിബു, എല്ലാ കുടുംബക്കാരും സ്വന്തക്കാരും ബന്ധുജനങ്ങളും അവനിൽ നിന്ന് വിട പറഞ്ഞു പോകുമ്പോ യതീഹി മലക്കുൻ, ഒരു മലക്ക് അവന്റെ ഖബറിലേക്ക് ഇറങ്ങി വരികയാണ്. യഖൂലു, ചോദിക്കുന്നു, യബ്ന ആദം, ആദമിന്റെ മകനെ, തറകൂക വദഫനൂക, നിന്റെ മയ്യത്ത് കുളിപ്പിച്ചവർ, നിന്റെ രോഗസന്ദർശനം നടത്തിയവർ, നിന്നെ രോഗിയോടൊപ്പം സന്ദർശിച്ച് ആശുപത്രിയിൽ ബൈസ്റ്റാൻഡായി നിന്നവർ, നിന്റെ മയ്യത്തിനോടൊപ്പം ഓടിക്കൂടിയവർ, നിന്റെ മയ്യത്ത് ചുമലിൽ ഏറ്റെടുത്ത് വെച്ചുകൊണ്ട് നടന്നു വന്നവർ, മയ്യത്ത് നമസ്കരിച്ചവർ, നിന്റെ മയ്യത്ത് വെക്കാൻ കുഴിയെടുത്തവർ, അവരെല്ലാവരും തറക്കൂക, നിന്റെ അവർ ഉപേക്ഷിച്ചിരിക്കുകയാണ് ആദമിന്റെ മകനെ. വദഫനൂക, ഇന്നലെ വരെ ഈ ഭൂമിയുടെ മുകളിലായിരുന്ന നിന്റെ മയ്യത്ത് ഈ ആരുടെ മണ്ണിന്റെ ഉള്ളിലേക്ക് എടുത്തു വെച്ച് അവരതിന്റെ മീതേ മണ്ണിട്ട് എല്ലാവരും മടങ്ങിപ്പോയിരിക്കുകയാണ് ആദമിന്റെ മകനെ. വലൗ അഖാമൂ ഇൻദക മാ നഫഊക, അവരിനി ഇവിടെ വന്ന് നിൽക്കുന്നത് കൊണ്ട് നിനക്ക് യാതൊരു പുണ്യവുമില്ല. ആര് നിൽക്കും? ചിന്തിച്ചു നോക്ക്. നമ്മുടെ സുഹൃത്തുക്കൾ ഒന്ന് ആലോചിച്ചു നോക്ക്. ബൈക്കിൽ കയറാൻ നേരത്ത് കൂട്ടിന് വിളിച്ചാൽ വരും, ബൈക്കിന് കൂടെ വാ കയറി പോകും, കാറിൽ കൂട്ട കയറി പോകും, ഫിലിം ഷോയ്ക്ക് പോകും, സിനിമ കാണാൻ വേണ്ടി പോകും, നാടകത്തിന് പോകും, ഗാനമേളയ്ക്ക് പോകും, കൂട്ടായിട്ട് എല്ലാം കൂട്ടിന് വിളിച്ച് അപ്പോഴേ വരും. വെള്ളം അടിക്കാൻ പോകും, എല്ലാത്തിനും ഏത് ആവശ്യത്തിന് വിളിച്ചാലും ഇവിടേക്ക് വേണമെങ്കിലും വരും. ഇത്രയും അടുത്ത സുഹൃത്ത് മരണപ്പെട്ടു പോയാൽ ആ മനുഷ്യനോടൊപ്പം ഖബറിലേക്ക് പോകാൻ ആരിലുണ്ടാവോ കൂട്ടത്തിൽ? എവിടം വരെ വരും? പള്ളിക്കാട് വരെ, പള്ളിയുടെ ഖബറിസ്ഥാന് വരെയാണ് അവിടെ എത്തുക. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞില്ലേ, യത്ബഉൽ മയ്യിത സലാസ, മയ്യത്തിനെ അനുഗമിക്കുന്നത് മൂന്ന് കാര്യങ്ങളാണ്. മയ്യത്തിനെ അനുഗമിക്കുന്നത് മൂന്ന് വസ്തുക്കളാണ്. യത്ബഉ അഹ്ലുഹു, യത്ബഉ മാലുഹു, യത്ബഉ അമലുഹു. അവന്റെ കുടുംബം അവനോടൊപ്പം, ആ മയ്യത്തിനോടൊപ്പം, ആ ഖബറിസ്ഥാൻ വരെ അവനോടൊപ്പം അനുഗമിക്കുകയാണ്. അവന്റെ സന്താനങ്ങൾ അവനോടൊപ്പം അനുഗമിക്കുകയാണ്. അവന്റെ സമ്പത്ത് അവനോടൊപ്പം അനുഗമിക്കുകയാ. അവൻ ദുനിയാവിൽ ചെയ്ത അവന്റെ സൽക്കർമ്മങ്ങൾ, അവന്റെ നന്മകൾ അവനോടൊപ്പം അനുഗമിക്കുകയാണ്. ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറയുകയാ, യർജിഉ ഇസ്നാനി വയബ്ഖാ വാഹിദൻ. ഖബറിലേക്ക് ഒരു മനുഷ്യന്റെ മയ്യത്ത് കൊണ്ട് വെക്കപ്പെടുമ്പോ ആ ഖബറിൽ നിന്ന് രണ്ട് അമലുകൾ മടങ്ങുകയാണ്. ഒരു അമൽ മാത്രം അവനോടൊപ്പം അവശേഷിക്കുകയാ. യർജിഉ അഹ്ലുഹു വമാലുഹു, അവന്റെ സമ്പത്തും അവന്റെ കുടുംബക്കാരും അവനെ വിട്ടുമടങ്ങുകയാണ്. വയബ്ഖാ അമലുഹു, അവൻ ചെയ്ത സത്കർമ്മങ്ങൾ മാത്രം അവനോടൊപ്പം അവശേഷിക്കുകയാണ്. അവന്റെ നന്മ മാത്രം അവശേഷിക്കും, എല്ലാവരും അവശേഷിക്കും. എല്ലാ നന്മകളും ഖബറിൽ ഉണ്ടാകും, ബാക്കി എല്ലാവരോ ഖബറിസ്ഥാന് വരെ ഉണ്ടാകും. ഉപ്പ മരണപ്പെടുകയാണ്, ഉമ്മ മരണപ്പെടുകയാണ്, ഭർത്താവ് മരണപ്പെടുകയാണ്,
ഭാര്യ മരണപ്പെടുകയാണ്. വളരെ ദുഃഖത്തോടെ, പ്രയാസത്തോടെ, വിഷമത്തോടെ ആ ഉപ്പയ്ക്ക് കൂട്ടുകിടന്നവരാണ്, ഉമ്മയ്ക്ക് കൂട്ടുകിടന്നവരാ. ഭർത്താവിന് കൂട്ടുകിടന്ന ഭാര്യയാണ്, ഭാര്യയ്ക്ക് കൂട്ടുകിടന്ന ഭർത്താവാണ്. ദിവസങ്ങളോളം ആശുപത്രി കിടക്കയിൽ ഉപ്പയോടൊപ്പം പരിചരിച്ച വ്യക്തിയാണ്. ആ ഉപ്പ ഒന്ന് കുറച്ചാൽ, ആ ഉപ്പ ഒന്ന് ചുമച്ചാൽ, ആ ഉപ്പ ഒന്ന് വിളിച്ചാൽ, ആ ഉപ്പ ഭക്ഷണത്തിന് വേണ്ടി നമ്മളോട് ചോദിച്ചാൽ, വെള്ളം ചോദിച്ചാൽ ഉടനെ ഉറക്കമെല്ലാം ഒഴിവാക്കിയിട്ട് ഭക്ഷണം കൊടുക്കാൻ തയ്യാറാകുന്ന മക്കളെ, ആ ഉപ്പാടെ മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് നമ്മൾ ഇറക്കി വെക്കുകയാണ്. അവസാന സമയത്ത് ആ ഖബർസ്ഥാനിലേക്ക് ആ ഉപ്പ ഇറക്കി വെക്കുകയാണ്. ചേതനയറ്റ ശരീരമാണ്. ഇന്നലെ വരെ ചിരിച്ച ഉപ്പ ഇപ്പോൾ ചിരിക്കുന്നില്ല. ഇന്നലെ വരെ കണ്ണു തുറന്ന ഉപ്പ ഇപ്പോൾ കണ്ണു തുറക്കുന്നില്ല. ഇന്നലെ വരെ എന്റെ പേര് വിളിച്ച ഉപ്പ ഇപ്പോൾ നിശബ്ദനായിരിക്കുകയാണ്. ഇന്നലെ വരെ എന്നോട് ഭക്ഷണം ചോദിച്ച പൊന്നുപ്പ ഇപ്പോൾ ഭക്ഷണം ചോദിക്കാതെ മുണ്ടാണ്ടിരിക്കുകയാണ്. ആ ഉപ്പാന്റെ ഉമ്മാന്റെ ഭാര്യയുടെ ഭർത്താവിൻ മയ്യത്ത് ഖബറിലേക്ക് ഇറക്കി വെക്കുകയാണ്. 3 പിടി മണ്ണ് ആ കവിൾത്തടത്തിൽ ഒന്ന് വെച്ചു കൊടുക്കുകയാണ്. അവസാനത്തെ പിടിമണ്ണാണ് ഉപ്പ. ഈ മക്കൾ അങ്ങേക്ക് ചെയ്യുന്ന അവസാനത്തെ നന്മയാ. ഇന്നലെ വരെ ഭക്ഷണം വാരിത്തന്ന ഈ കൈകൾ കൊണ്ട് ഇതാ മിൻഹാ ഖലഖനാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. 3 പിടി മണ്ണാണ് നിങ്ങളുടെ ഭക്ഷണം. കബറാളികളെ, കബറാളികളെ, അവർക്ക് നമ്മൾ അവസാനമായി സമ്മാനിക്കുന്ന സമ്മാനമാണ്. അവരുടെ സാധാരണ അവരുടെ ഭക്ഷണമാ. തന്റെ സ്വന്തം മക്കളുടെ കരങ്ങളാൽ 3 പിടി മണ്ണിതാ വാരിയ കബറിലേക്ക് വെക്കുകയാണ്. ഉപ്പ, ഈ മണ്ണിൽ നിന്നാണ് അള്ളാഹു അങ്ങേ സൃഷ്ടിച്ചത്. ഈ മണ്ണിലേക്കാണ് അങ്ങേ അടക്കുന്നത്. ഈ മണ്ണിൽ നിന്ന് നാളെ ഒരു വിളിയാളമുണ്ടാകുമോ? വഫീഹാ വമിൻഹാ നുഖ്രിജുകും താറതൻ ഉഖ്റാ. നാളെ ഈ കബറിടത്തിൽ നിന്ന് നാളെ ഒരു വിളിയാളമുണ്ടാകുമ്പോ അങ്ങ് ഉയർത്തെഴുന്നേൽപ്പിക്കപ്പെടും. ആ മണ്ണറയിലേക്ക് വെക്കുകയാണ്. മീതെ പലക വെക്കുകയാണ്. എല്ലാവരും മണ്ണിട്ട് മൂടുകയാണ്. അതിന്റെ മീതെ വെള്ളമൊഴിക്കുകയാണ്. 2 ചെടി ഒടിച്ച് കാലിന്റെയും തലയുടെയും ഭാഗത്ത് വെക്കുകയാ. ഒരുമിച്ച് നിന്ന് തസ്ബീഹ് ചൊല്ലുകയാണ്, ഇസ്തിഗ്ഫാർ ചൊല്ലുകയാണ്, ദുആ ചെയ്യുകയാണ്. അവസാനമായി ഓരോരുത്തരും ആ ഖബർസ്ഥാനിൽ നിന്ന് മടങ്ങിപ്പോവുകയാണ്. അവസാനമായി മക്കൾ മാത്രം അവശേഷിക്കുകയാണ്. കുടുംബക്കാര് മടങ്ങിപ്പോയിരിക്കുകയാണ്. സഹപ്രവർത്തകർ മടങ്ങിപ്പോയിരിക്കുകയാണ്. സഹയാത്രികർ മടങ്ങിപ്പോയിരിക്കുകയാണ്. ഇന്നലെ മുതലേ ഈ മരണവാർത്ത അറിഞ്ഞ് വിദൂരങ്ങളിൽ നിന്ന് വന്നവരെല്ലാം ഇതാ മടങ്ങിപ്പോവുകയാണ്, മടങ്ങിപ്പോവുകയാണ്. അവസാനമായ ഖബറിന്റെ ഓരത്ത് നിൽക്കുന്നത് മക്കളാണ്, മരുമക്കളാണ്. അവരോ കുറച്ചു സമയം മാത്രം ആ ഖബറിന്റെ ഓരത്ത് നിൽക്കുകയാണ്. കൂടുതൽ സമയം നിൽക്കുകയില്ല. എന്നാലോ ആശുപത്രിയിൽ മണിക്കൂറുകളോളം നിൽക്കാൻ സന്നദ്ധത കാണിച്ചവരാണ്. ബെഡിൽ മണിക്കൂറുകളോളം ശുശ്രൂഷയ്ക്ക് വേണ്ടി നിൽക്കാൻ താല്പര്യം പ്രകടിപ്പിച്ചവരാ. ഉപ്പയെ വീട്ടിൽ കൊണ്ടുവന്നപ്പോ ഉപ്പയെ ശുശ്രൂഷിക്കാൻ വേണ്ടി താല്പര്യം കാണിച്ച മക്കളാണ്. ഇതാ പള്ളിക്കാട്ടിന്റെ ഖബർസ്ഥാനിൽ ആ ഉപ്പയുടെ മയ്യത്ത് കൊണ്ട് വെക്കപ്പെട്ടതിന് ശേഷം എല്ലാവരും മടങ്ങിപ്പോകുമ്പോ കുടുംബക്കാർക്ക് ഇനി എന്താണ്, ഇനി എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്? പക്ഷേ മക്കൾ അല്പസമയോടെ ആ ഖബറിന്റെ ഓരത്ത് നിൽക്കുന്ന സമയത്ത് എല്ലാവരും ഓരോന്നായി ഓരോരുത്തരായി മടങ്ങിപ്പോകുമ്പോ അവസാനം മക്കൾ ഇതാ സലാം പറയുകയാ. അസ്സലാമു അലൈക യാ അബീ, അസ്സലാമു അലൈക യാ ഉമ്മീ, അസ്സലാമു അലൈകി യാ ഉമ്മീ, അസ്സലാമു അലൈക യാ അബീ. എന്റെ ഉപ്പാ, ഞാൻ പോകട്ടെയോ പോകട്ടെയോ? അവസാനമായ ഒരു സലാം പറഞ്ഞുകൊണ്ട് ആ ഖബറിന്റെ ഓരത്ത് നിന്ന് മക്കൾ നടന്നു നീങ്ങുമ്പോ ആ ഖബറാളി നിന്നെ കാണുകയാണ്. മക്കളെ, ഇന്നലെ വരെ എന്നോടൊപ്പം സഹകരിച്ച നീ എന്നെ തനിച്ചാക്കിയിട്ട് പോവുകയാണോ? ഇന്നലെ വരെ എനിക്ക് വെള്ളം തന്നവനാണ്, ഇന്നലെ വരെ എന്നെ ശുശ്രൂഷിച്ചവനാണ്, ഇന്നലെ വരെ എന്റെ തലയിണ എടുത്തു വെച്ച് എന്നെ ചാരിയിരുത്തിയവനാണ്. എന്റെ ബെഡിന്റെ തലഭാഗത്തിരുന്ന ഉപ്പ ഉമ്മ എന്ന്
വിളിച്ച് എന്റെ തലതലോടിയവനല്ലേ, ഇതാ എന്നെ നിങ്ങൾ ഒറ്റയ്ക്കാക്കിയിട്ട് തനിച്ചാക്കിയിട്ട് നിങ്ങൾ മടങ്ങിപ്പോവുകയാണോ ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, ഇന്നകും തുഫ്തിനൂന ഇന്നി റഅയ്തുകും തുഫ്തിനൂന ഫിൽ ഖുബൂർ കഫിത്നതി ദജ്ജാൽ. ഖബറുകളിൽ നിങ്ങളെ ശിക്ഷിക്കപ്പെടുന്നത് ഞാൻ കാണുകയാണ്, നിങ്ങളുടെ ശിക്ഷ ഞാൻ അറിയുകയാണ്. ഖബറിന്റെ ഓരോ രംഗങ്ങളും അല്ലാഹു എനിക്ക് അറിയിച്ചു തരുന്നുവെന്ന് അല്ലാഹുവിന്റെ റസൂല് പറയുമ്പോ ആ ഹബീബായ തങ്ങളല്ലേ പറഞ്ഞത്, നിങ്ങളുടെ സഹോദരങ്ങളുടെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കപ്പെടുമ്പോ ആ റൂഹ് അവിടെ മടക്കപ്പെടുകയാണ്, ഇന്നലെ വരെ കണ്ണു തുറന്നതുപോലെ കണ്ണു തുറക്കുകയാണ്, ഇന്നലെ വരെ ശ്വസിച്ചതുപോലെ ശ്വസിക്കുകയാണ്, ഇന്നലെ വരെ നാവ് ചലിപ്പിച്ചതുപോലെ ചലിപ്പിക്കുകയാണ്. പക്ഷേ ഈ ഭൂമുഖത്ത് കണ്ടതുപോലുള്ള രംഗങ്ങളല്ല, ആരുടെ മണ്ണിന്റെ ഇരുണ്ട തുരുത്തില് കാണുന്ന രംഗങ്ങൾ വലുതാണ്, അത് ഭീമകരമാണ്, അത് ഭീമാന്തരീക്ഷമാണ്, അത് വല്ലാത്ത സംഭവമാണ്. 4 ഭാഗത്തും മണ്ണറകൾ കൊണ്ട് മൂടപ്പെട്ടിരിക്കുകയാണ്, തലയുടെ ഭാഗത്തും കാലിന്റെ ഭാഗത്തും ഏതോ കണ്ടിട്ടില്ലാത്ത ഒരു വല്ലാത്ത സംഭവമാണ്. വല്ലാത്ത സൃഷ്ടികളാണ് തന്റെ തലയ്ക്ക് ഭാഗത്ത് കാലിന്റെ ഭാഗത്ത് നിൽക്കുന്നത്. അവരുടെ കൈകളിൽ എന്തോ ഒരു വലിയ കുന്തമുള്ളതുപോലെ, വലിയ ഒരു ഭാരമുള്ളതുപോലെ അവർ ഞങ്ങളോട് എന്തോ ശകാരത്തോട് ചോദിക്കുകയാ, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്, ആരാണ് നിന്റെ റബ്ബ്? ആദരവായ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞില്ലേ, നിങ്ങളുടെ സഹോദരങ്ങളുടെ മയ്യത്തടക്കം ചെയ്യപ്പെട്ടതിന് ശേഷം അവിടെ നിങ്ങൾ അല്പസമയം നിന്നുകൊണ്ട് ആ സഹോദരന് വേണ്ടി അല്ലാഹുവിനോട് പൊറുക്കൽ തേടണേ. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി ഇസ്തഗ്ഫിറൂ لأخيكم فإنه الآن يسألو. ആ കബറാളിയുടെ അരികിൽ നിന്ന് നിങ്ങൾ പോകരുതേ, അവിടെ നിങ്ങൾ നിൽക്കണേ. ആ കബറാളി ഇപ്പോൾ ചോദ്യം ചെയ്യപ്പെടുകയാണ്. അതുകൊണ്ട് ആ കബറിലേക്ക് ഒരു സന്തോഷം, ഒരു സാന്ത്വനം, ഒരു സഹാനുഭൂതി, ഒരു സമാധാനത്തിന് വേണ്ടി ആ കബറിന്റെ ഓരത്ത് നിങ്ങൾ നിൽക്കണേ, ധൃതി പിടിച്ചു പോകരുതേ. ആദരവായ ഹബീബായ റസൂലുള്ളാഹി തങ്ങൾ നമ്മളോട് പറയുമ്പോ, നമ്മുടെ ഉപ്പാന്റെ, ഉമ്മാന്റെ, ഭാര്യയുടെ, ഭർത്താവിന്റെ, മക്കളുടെ കബറുകൾ മയ്യത്തടക്കിയിട്ട് മടങ്ങിപ്പോകുമ്പോ നമ്മുടെ മുഖത്തേക്ക് ആ മയ്യത്ത് നോക്കിയിട്ട് ചോദിക്കുകയാ, നിങ്ങൾ പോവുകയാണോ മക്കളെ, എന്നെ തനിച്ചാക്കിയിട്ട് പോവുകയാണോ? ഒരിക്കൽ നമ്മൾ തനിച്ചാക്കിയിട്ട് പോകേണ്ടവരല്ലേ? എത്രത്തോളം സ്നേഹിച്ചാലും, എത്രത്തോളം ആദരിച്ചാലും, എത്രത്തോളം ബഹുമാനിച്ചാലും ഒരിക്കലും ഞങ്ങൾ തമ്മിൽ വെട്ടിപിരിയുകയില്ല എന്ന് കെട്ടിപ്പിടിച്ച് ജീവിച്ചാലും അവരെന്റെ ഉള്ളറകളിലേക്കെടുത്ത് വെക്കപ്പെട്ട് കഴിഞ്ഞാൽ അവരെ തനിച്ചാക്കിയിട്ട് നിങ്ങൾ ഒറ്റയ്ക്ക് പോവുകയല്ലേ? പാതിരായോടടുക്കുന്ന സമയത്ത് ആ കബറാളികളെ കുറിച്ച് നിങ്ങൾ പോലും ചിന്തിക്കാറുണ്ടോ? ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ നിന്റെ മയ്യത്ത് ഖബർസ്ഥാനിലേക്ക് കൊണ്ടുപോകുമ്പോ ഒരു ഖബർ ആ മയ്യത്തിനോട് ഒരു മലക്ക് വന്ന് ചോദിക്കുകയാണ്, ഇബ്നു ആദം, ആദമിന്റെ മോനെ, അൽ യൗമ തസൂറു ഖൗമാ, ഇന്നേ വരെ നീ കണ്ടിട്ടില്ലാത്ത ചില സൃഷ്ടികളെ നീ ഇന്ന് കാണാൻ പോവുകയാണ്. അതാണ് ഖബറ്, അതാണ് ഖബറ്, അതാണ് ഖബറിന്റെ ഭീകരമായ രംഗം. അൽ യൗമ തദ്ഖുലു മദ്ഖലൽ ലയ്ഖാ, നീ നിന്റെ പുരയിൽ കിടന്നത് 6000 സ്ക്വയർ ഫീറ്റ് വീട്ടിലാണ്. നിന്റെ ബെഡ്റൂമോ 20-22 വിസ്തീർണമുള്ളതാ. ആദമിന്റെ മോനെ, ആദമിന്റെ മോളെ, എന്ന് നിന്റെ ഖബർ എന്ന് പറയുന്നത് 4ക്ക് 2 ഞെരുക്കമുള്ളതാണ്, 6ക്ക് 2 ഇടുക്കമുള്ളതാണ്. അൽ യൗമ തദ്ഖുലു മദ്ഖലൽ ലയ്ഖാ, ആ ഞെരുക്കമുള്ള ഖബറിലേക്കാണ് നിന്നെ ഈ ജനങ്ങൾ കൊണ്ടുപോവുക. ആ മയ്യത്ത് കൊണ്ടുപോകുന്ന സമയത്ത് ഫൈൻ കാനത് മുഅ്മിന, ആ മയ്യത്ത് സാലിഹായ മയ്യത്താണോ, സത്യവിശ്വാസിയായ മയ്യത്താണോ, സുഹൃതങ്ങൾ ചെയ്ത മയ്യത്താണോ, ആ മയ്യത്ത് വിളിച്ച് പറയുകയാണ്, ഖദ്ദിമൂനി ഖദ്ദിമൂനി ഖദ്ദിമൂനി,
എന്നെ താമസിപ്പിക്കരുതേ, എന്നെ വേഗത്തിലൊന്ന് കൊണ്ടുപോകണമേ. ഖബറിന്റെ സന്തോഷം ഞാൻ കാണുകയാണ്, ഖബറിന്റെ ആനന്ദം ഞാൻ കാണുകയാണ്, ഖബറിന്റെ രസം ഞാൻ അനുഭൂതിയെ ഞാൻ അനുഗ്രഹിക്കുകയാണ്, ഞാനത് ആശ്വസിക്കുകയാണ്, ആസ്വദിക്കുകയാണ്. ഖദ്ദിമൂനി ഒന്ന് വേഗത്തിൽ കൊണ്ടുപോകുമോ? സാലിഹീങ്ങളായ മയ്യത്ത് വിളിച്ചു പറയുമ്പോ ഫൈൻ കാനത്ത് ഗൈറ സാലിഹാ, സാലിഹല്ലാത്ത മയ്യത്താണോ, നമസ്കാരമില്ലാത്ത മയ്യത്താണോ, മദ്യപാനിയുടെ മയ്യത്താണോ, കഞ്ചാവ് കുടിക്കുന്നവന്റെ മയ്യത്താണോ, ലോട്ടറി കച്ചവടക്കാരന്റെ മയ്യത്താണോ? അല്ലാഹുവിന്റെ റസൂല് പറയുകയാ, ആ മയ്യത്ത് കട്ടിലിൽ കിടന്ന് ആ മയ്യത്ത് വിളിച്ചു പറയുകയാ, അഖിറൂനി അഖിറൂനി യാ വൈലഹും ഐന തദ്ഹബൂന ബി. നിങ്ങൾക്ക് നാശം, നിങ്ങൾക്ക് നാശം, എന്നെ എങ്ങോട്ടാണ് വഹിച്ചു കൊണ്ടുപോവുക, എന്നെ എങ്ങോട്ടാണ് നിങ്ങൾ കൊണ്ടുപോവുക? പോകരുതേ, പോകരുതേ. അഖിറൂനി അഖിറൂനി, എന്നെ എന്റെ പുരയിലേക്ക് മടക്കണേ, എന്റെ പുരയിലേക്ക് മടക്കണേ. ഞാൻ ആ നരകത്തിന്റെ പാമ്പിനെ കാണുകയാണ്, ഖബറിന്റെ ഭയാനകത ഞാൻ കാണുകയാണ്, ഖബറിന്റെ തീ ഞാൻ കാണുകയാണ്, ഖബറിന്റെ ഖബറിന്റെ ഞെരുക്കം ഞാൻ കാണുകയാണ്. ആദരവായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയതമയായ പ്രിയങ്കരിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു തആല അൻഹാ ഒരു ഖബറിന്റെ അരികിലൂടെ നടന്നു പോയിട്ട് ഫഖാമത്ത്, ഒരു കൊച്ചു ഖബറാണ്, ഒരു കുഞ്ഞിളം പൈതലിന്റെ ഖബറാണ്, ഒരു പൊന്നുമോന്റെ ഖബറാണ്, ആ ചോരക്കുഞ്ഞിന്റെ ഖബറാണ്. ആ ഖബറിന്റെ ഓരത്ത് ബഹുമാനപ്പെട്ട ആയിഷ ബീവി നിൽക്കുകയാ, പൊട്ടിക്കരയുകയാണ്, കരയുകയാണ്, കണ്ണുനീരൊഴുക്കുകയാണ്. മഹദി അവറുകളുടെ പരിസരത്ത് നിന്ന് തോഴിമാര് ചോദിക്കുന്നു, മായുബിക്കിയ ആയിഷ, ആയിഷേ നിന്നെ കരയിച്ച വസ്തുത എന്താണ് ആയിഷേ? മഹദിയായ ആയിഷ ബീവി പറയുകയാണ്, ഇന്നലിൽ ഖബരിൽ ലമ്മാ, ഇന്നലിൽ ഖബരിൽ ലമ്മാ, തീർച്ചയായും ഖബറിന് ഞെരുക്കമുണ്ട് സഹാബത്തെ. അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, ഹാദാ ഖബറു സബീൻ, ഇതൊരു കുഞ്ഞിന്റെ ഖബറാണ്, ഇതൊരു പൈതലിന്റെ ഖബറാണ്, ഇതൊരു കിടായിയുടെ ഖബറാണ്. ഇന്നലിൽ ഖബരി ലമ്മാ ലൗ കാന അഹദും മിൻഹാ നാജിയാ ലകാന ഹാദാ സബീ ഔ കമാ ഖാല റസൂലുള്ളാഹി. ആരെയെങ്കിലും ഖബർ വെറുതെ വിടുമായിരുന്നുവെങ്കിൽ ഈ കുഞ്ഞു പൈതലിനെ ഖബർ വെറുതെ വിടുമായിരുന്നു. ആ ഖബർ ഞെരുക്കുകയാണ്, ഞെരുക്കുകയാണെന്ന് മഹദിയായ ആയിഷ ബീവി പറഞ്ഞിട്ടാണ് ഫബകത് തവീലാ, വളരെ ദീർഘനേരം മഹദിയായ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ കരഞ്ഞുപോയത്. എന്തേ കാരണം? കുട്ടികളെ പോലും ഖബർ വെറുതെ വിടുകയില്ല. അല്ലാഹു നമ്മുടെ ഖബറിന്റെ അദാബുകളെ തൊട്ട് കാത്തിരക്ഷിക്കട്ടെ. അല്ലാഹു നമ്മുടെ ഖബറുകളിൽ സന്തോഷം നൽകുമാറാകട്ടെ. അല്ലാഹ് പടച്ചവനെ, റബ്ബേ കരുണയുള്ളവനെ, നമ്മളാരും അറിയുന്നില്ല, എല്ലാവരും പോയിട്ട് ഖബറടക്കിട്ട് അങ്ങോട്ട് പോകും, ഉപ്പായൊക്കെ ഉമ്മായൊക്കെ വിട്ടിട്ട് പോകും, സുഹൃത്തിനെ ഉപേക്ഷിച്ചിട്ട് പോകും. ആ സുഹൃത്തിനോട് എത്ര സ്വകാര്യം പറഞ്ഞവനാണ് നീ, എത്ര സ്വകാര്യ സംഭാഷണം നടത്തിയവനാണ് നീ. ആ സുഹൃത്ത് ഖബറിൽ ഒറ്റയ്ക്ക് കിടക്കുമ്പോൾ നിങ്ങൾ അല്പമെങ്കിലും ആലോചിച്ചിട്ടുണ്ടോ? പോകട്ടെ, ഞാൻ പോട്ടെ, സുഹൃത്ത് ഞാൻ പോകട്ടെ, ഇന്നലെ വരെ നിന്നോടൊപ്പം ഞാൻ ആശുപത്രിയിൽ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇന്ന് നിന്നോടൊപ്പം സഹകരിക്കാൻ കഴിയുന്നില്ല, ഇന്ന് നിന്നോടൊപ്പം എനിക്ക് നിന്റെ ഒപ്പം നിന്റെ കൂട്ടത്തിൽ എനിക്ക് ഒരുമിച്ച് ഉറങ്ങാൻ എന്നെ കൊണ്ട് കഴിയില്ല. നീ വേറെ ഒരു ലോകത്തേക്ക് യാത്രയായി, ഞാൻ നിന്റെ മുകളിലാണ്, എനിക്ക് നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മാത്രമേ കഴിയുകയുള്ളൂ. അങ്ങനെ നീ പോകുമ്പോൾ ആ ഖബറാളി ദുഃഖത്തോടുകൂടി നിന്നോട് ചോദിക്കും, എന്നെ തനിച്ചാക്കിയിട്ട് നീ പോവുകയാണോ? ഖബറിന്റെ അവസ്ഥ അതാണ്. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ആദ്യമായി അവനോട് സംസാരിക്കുന്നത് മണ്ണറയാണ്, ഖബറാണ്. ഹബീബുനാ റസൂലുള്ളാഹി, നമ്മളൊക്കെ പരസ്പരമൊക്കെ സംസാരിച്ചിട്ടുണ്ട്, പക്ഷെ ആദ്യമായി ഖബറിൽ കൊണ്ടുവച്ചാൽ സംസാരിക്കുന്നത് ഖബർ. ഖബർ ഹുഫ്റത്തുഹു അവ്വലു മൻ യുകല്ലിമു ഇബ്ന ആദമ ഹുഫ്റത്തുഹു ഔ കമാ ഖala റസൂലുള്ളാഹി.
ആദ്യമായി ആദമിന്റെ മക്കളോട് സംസാരിക്കുന്നത് ഖബറാണ്. ചിന്തിച്ചു. നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, എല്ലാ ദിവസവും 5 പ്രാവശ്യം ഖബർ വിളിച്ചു പറയാതെ ഒരു ദിവസം പോലും ഈ ഭൂമിയിൽ ഉണ്ടാവുകയില്ല എന്ന് ഹബീബായ ശഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എല്ലാ ദിവസവും 5 പ്രാവശ്യം ഖബർ വിളിച്ചു പറയും, യബ്ന ആദം, ആദമിന്റെ മകനേ, തൽഹഖു അലാ ലഹരി, എന്റെ മുകളിലൂടെ ചവിട്ടുകെട്ട് നീ ചിരിക്കുകയാണല്ലേ, വസൗഫ തബ്കീ ഫീ ബത്നി, എന്റെ ഉള്ളിലേക്ക് നീ കടന്നു വരുമടാ, അന്ന് നീ പൊട്ടിക്കരയേണ്ടവനാണ് ആദമിന്റെ മോനെ. അല്ലാഹു അക്ബർ. ചിരിക്കുന്നവരാരെല്ലാം ചിന്തിച്ചിട്ടുണ്ടോ? ഈ ചിരിക്കുന്ന ജനങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? ഞാൻ എന്നും ചിരിക്കാറുണ്ട്, സീരിയലൊക്കെ കാണുമ്പോൾ ഭയങ്കരമായിട്ട് പൊട്ടിച്ചിരിക്കാറുണ്ട്. ഭയങ്കര ചിരിയാണ്, ഓരോ സന്ദർഭത്തിലും ചിരിയാണ്. തമാശകൾ പറഞ്ഞ് പൊട്ടി ചിരിക്കും, ഹാസ്യം കണ്ടിട്ട് ചിരിക്കും, കോമഡി കണ്ടിട്ട് ചിരിക്കും, ആരെങ്കിലും എന്തെങ്കിലൊക്കെ കള്ളം പറഞ്ഞാലും പൊട്ടിച്ചിരിക്കും. ഈ ചിരിക്കുന്ന സഹോദരങ്ങൾ ആരെങ്കിലും സഹോദരിമാർ കണ്ടിട്ടുണ്ടോ? നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ, അറിഞ്ഞിട്ടുണ്ടോ? ഈ ചിരിക്കുമ്പോൾ നാളെ കരയേണ്ടി വരുമെന്ന് നബിയുനാ ശഫീഉനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ നിന്ന് പുറത്തേക്ക് കടന്നു വരികയാണ്. അല്ലാഹുവിന്റെ റസൂൽ മദീന പള്ളിയിൽ ഇരുന്ന സമയത്താണ് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം കടന്നു വന്നത്. ആ ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ഭാവവും മുഖത്തിന്റെ രംഗവും മാറ്റമായിരുന്നു. കാരണം നരകത്തെ കുറിച്ച് കണ്ടിട്ട് നേരിട്ട് അല്ലാഹുവിന്റെ റസൂലിന്റെ സവിധത്തിലേക്ക് വരികയാണ്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് നരകത്തെ കുറിച്ച് വിവരിച്ച സമയത്താണ് അല്ലാഹുവിന്റെ റസൂൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് പോകുന്ന സമയത്തുള്ള സഹാബാക്കൾ അതിന്റെ വഴിയുടെ ഓരത്തിരുന്ന് ചിരിക്കുകയാണ്. റസൂൽ ഇതെല്ലാം കേട്ട് വിഷമിച്ച് കരഞ്ഞ് കണ്ണുനീരൊലിപ്പിച്ചിട്ട് പുറത്തേക്ക് വരുമ്പോൾ കുറെ ആളുകൾ, കുറെ സ്വഹാബാക്കൾ ഇരുന്ന് ചിരിക്കുന്നു, കാര്യങ്ങൾ പറഞ്ഞിട്ട് ചിരിക്കുന്നു. ഇങ്ങനെ ചിരിക്കാൻ അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആ സ്വഹാബാക്കൾ അരികിലേക്ക് പോയി നിന്നിട്ട് പറയുകയാണ്, ഇന്നക്കും തൽഹഖൂൻ വതൽഅബൂൻ വതതഹദ്ദസൂൻ, നിങ്ങൾ ചിരിക്കുകയാണല്ലേ, നിങ്ങൾ രസിക്കുകയാണല്ലേ, നിങ്ങൾ ദുനിയാവിന്റെ കാര്യം സംസാരിച്ച് ആഘോഷിക്കുകയാണ് അല്ലേ. വറാക്കും ജഹന്നം, ഒന്ന് പുറകോട്ട് തിരിഞ്ഞു നോക്കണേ, ആ കത്തിക്കാളുന്ന നരകം ഇതാ ആക്രോശിക്കുകയാണ്, അട്ടഹസിക്കുകയാണ്, പ്രകമ്പനം കൊള്ളുകയാ. വല്ലാഹി ലൗ തഅലമൂന മാ അലമു ലളഹിഖ്തും ഖലീലാ വലബഖൈതും കസീറാ. അല്ലാഹുവാണ് സത്യം, അല്ലാഹുവാണ് സത്യം, അവന്റെ അസ്തിത്വത്തിൽ ആണയിട്ട് ഞാൻ പറയട്ടെ, ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങളെങ്ങാണ് മറിഞ്ഞിരുന്നുവെങ്കിൽ ലളഹിഖ്തും ഖലീലാ വലബഖൈതും കസീറാ, വളരെ കുറച്ച് മാത്രം ചിരിക്കുകയും കൂടുതൽ കരയുകയും ചെയ്യുമായിരുന്നുവെന്ന് ഔ കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. മനസ്സിലായോ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖബറിന്റെ അവസ്ഥയും നരകത്തിന്റെ അവസ്ഥയൊക്കെ കണ്ടിട്ട് വന്ന രംഗാണ്. അങ്ങനെ കണ്ടിട്ട് വന്നുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അങ്ങനെ അനുഭവിച്ചൊരു ഫീലിംഗ് ഉണ്ടായത്. ഞാൻ അറിഞ്ഞതുപോലെ നിങ്ങൾ അറിഞ്ഞത്, നിങ്ങൾ പിന്നെ ചിരിക്കേയില്ല, നിങ്ങൾ ചിരിക്കേയില്ല. ഒരിക്കൽ ആയിഷ സിദ്ദീഖ റളിയല്ലാഹു അൻഹ പറയുകയാണ്, നബി തങ്ങളോട് ചോദിക്കുകയാണ്, ഏതോ ജൂതപ്പെണ്ണ് വന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയങ്കരിയായ ആയിഷ ബീവിയോട് ചോദിച്ചു, ഖബറിന്റെ ശിക്ഷയുണ്ട് ആയിഷ. ആയിഷയ്ക്കൊന്നും അറിയില്ലായിരുന്നു ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിൽ അങ്ങനെയൊക്കെ ഉണ്ട്, ചോദ്യമുണ്ട്, അങ്ങനെയൊക്കെ ഞങ്ങളുടെ ഗ്രന്ഥത്തിലുണ്ട് എന്നൊക്കെ ഒരു ജൂതപ്പെണ്ണ് വന്നിട്ട് ആയിഷ ബീവിയോട് പറഞ്ഞു. ആയിഷ ബീവിക്ക് അത്ര മനസ്സിലായില്ല, ഇത്ര കത്തിയില്ല ആയിഷ ബീവി. ആയിഷ ബീവി അങ്ങനെ ചിരിച്ച് അത് തള്ളി നിസ്സാരായിട്ട്. അപ്പോഴാണ് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കടന്നു വരുന്നത്. അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ ബീവി ചോദിക്കുകയാണ്, നബിയേ ഖുൽതു യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ റസൂലിനോട് ഞാൻ ചോദിക്കുകയാണ്, അദാബുൽ ഖബ്രി ഹഖ്ഖുൻ യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഖബറിൽ ശിക്ഷയുണ്ടോ, അത് യാഥാർത്ഥ്യമാണോ നബിയേ?
ഖബറിൽ ഇങ്ങനെ ശിക്ഷയുണ്ടെന്ന് ഇങ്ങനെ ഈ പെണ്ണുങ്ങൾ പറയുന്നു. ഇങ്ങനെ ഒരു യഹൂദി പെണ്ണ് ജൂതപ്പെണ്ണ് വന്നിട്ട് പറയുന്നു ഖബറിൽ ശിക്ഷയുണ്ട്, ഖബറിൽ ശിക്ഷയുണ്ട്. അങ്ങനെ ഖബറിൽ ശിക്ഷയുണ്ടോ നബിയെ എന്ന് അല്ലാഹുവിന്റെ റസൂലിനോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിച്ചപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ് അദാബുൽ ഖബ്രി ഹഖ്ഖുൻ യാ ആയിഷ, ഖബറിന്റെ ശിക്ഷ യാഥാർത്ഥ്യമാണ് ആയിഷ. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞാൽ പിന്നെ സംശയമില്ലല്ലോ. അവിടെ ഹബീബായ തങ്ങൾ പറഞ്ഞാൽ പിന്നെ വിശ്വാസമായല്ലോ, പൂർണ്ണമായല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അവസ്ഥകളെ കുറിച്ച് പിന്നീട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുകയാണ് അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മരണം വരെയും പല്ല് വെളിയിൽ കാണത്തക്ക നിലയിൽ ചിരിച്ചതായി ഞാൻ കണ്ടിട്ടേയില്ല. ഖബറിനെ കുറിച്ച് പറഞ്ഞതിന് ശേഷം അല്ലാഹുവിന്റെ റസൂല് നമ്മൾ ചിരിക്കുന്നത് പോലെ, പൊട്ടിച്ചിരിക്കുന്നത് പോലെ ചിരിച്ചതായി ഞാൻ കണ്ടിട്ടേയില്ല. നബിയുനാ ഷഫീഉനാ റസൂലുള്ളാഹി. നമ്മളെത്ര ചിരിക്കാറുണ്ട്, നമ്മളെത്ര രസിക്കാറുണ്ട്, നമ്മളെത്ര പൈങ്കിളി കഥകൾ വായിക്കാറുണ്ട്, നമ്മളെത്ര അശ്ലീല ഫോട്ടോകൾ കണ്ട് സുഖിക്കാറുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് കണ്ണൂർ പരിപാടിക്ക് പോയി. അവിടെ യുവാക്കളെ കുറിച്ച് പ്രസംഗം നടത്തി. പ്രസംഗം കഴിഞ്ഞെല്ലാം കാറിൽ കയറിയപ്പോൾ ഒരു ചങ്ങാതി വളരെ വിഷമത്തോടെ എൻ്റെ അടുക്കൽ വന്ന് പറഞ്ഞു, ഉസ്താദെ ഞാൻ പുറത്തുനിന്ന് വന്ന ദൂരെ നിന്ന് വന്ന ആളാണ്. ഞാനിന് സദസ്സിലിരുന്ന് വാള് കേൾക്കുമ്പോൾ എൻ്റെ തൊട്ടടുത്ത് 16 വയസ്സുകാരൻ ഒരു പയ്യൻ, 16 വയസ്സുകാരനായ ഒരു ചെറുപ്പക്കാരൻ അശ്ലീല ഫോട്ടോകൾ ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ഞാൻ വാള് പറയുന്നത് അത് കണ്ടു. എനിക്ക് എൻ്റെ മനസ്സിന് ഭയങ്കര വിഷമമായിപ്പോയി. ഞാൻ അവനെ പിടിച്ചാലോ അല്ലെങ്കിൽ ആ സമയത്ത് അതിനെ എതിർത്താലോ അവിടെ ആ മജ്ലിസ് ഹല്ലത്തായി പോകും എന്ന് ഭയന്നിട്ടാണ് എനിക്കത് സഹിക്കാൻ കഴിഞ്ഞില്ല. എനിക്കത് ഉസ്താദിനോട് അടുത്ത ഏതെങ്കിലും വേദിയിൽ പോകുമ്പോൾ ഉസ്താദ് പറഞ്ഞു. ഒരുപാട് അനുഭവം എനിക്ക് കാസർഗോഡ് ഉണ്ടായിട്ടുണ്ട്. കാസർഗോഡ് പല സദസ്സിലും സംസാരിക്കാൻ വേണ്ടി വരുമ്പോൾ സുഹൃത്തുക്കൾ ഇങ്ങനെ പറയും, ലൈൻ അടിക്കാൻ ചാറ്റ് ചെയ്യുന്നു. പെണ്ണുങ്ങന്മാർ അപ്പുറത്തിരിക്കും, ആണുങ്ങളുടെ ഇരിക്കും. ഇവിടുന്ന് ഓൾക്ക് ചാറ്റ് ചെയ്യുന്നത് വരെ വായിച്ചിട്ട് എന്നോട് തരത്തില്ല. നീ എന്തിനാ വന്നത്, ബാലിന് വന്നത് എന്തിനാണ്? അപ്പോൾ ഓളിഞ്ഞോട്ട് മറുപടി അത് ഉമ്മ പറഞ്ഞു ബാലിൽ വന്നില്ലെങ്കിൽ അവിടെ സംശയിക്കും. അങ്ങനെയാണ് ഇങ്ങനെ അടുത്തിരുന്ന് നമ്മുടെ ഒരു സുഹൃത്ത് വായിച്ചിട്ട് എന്നോടൊന്ന് പറഞ്ഞ ഇവിടെ നടന്ന സംഭവമാണ്. വാലിന്റെ സദസ്സില. അപ്പൊ നമ്മളിവിടെ ഇരുന്ന് വലിയ കബറ്, മൈഷറ്, പാമ്പ്, തേള്, മുൻകറ്, നക്കീറ്, നരകം, തീ എന്നൊക്കെ പറയുമ്പോൾ അവര് സ്വർഗത്തിലത്തെ രസങ്ങളും അനുഭൂതികളും കണ്ടിവിടെ ആസ്വദിച്ചുകൊണ്ടിരിക്കണം. സദസ്സിന് ആസ്വദിക്കണം. അപ്പൊ ഇവരുടെ ഉള്ളിലേക്ക് എങ്ങനെ കയറും, എങ്ങനെ ദീൻ കയറും, എങ്ങനെ ഇൽമ് കയറും, എങ്ങനെ ഖബർ കയറും, എങ്ങനെ നരകം കയറും എന്ന് ആലോചിച്ചു. സ്വഹാബാക്കളുടെ അവസ്ഥകളായി പറയുന്നത്. സഹാബാക്കൾ പൊട്ടിക്കരഞ്ഞു, സഹാബാക്കൾ പൊട്ടിയ അല്ലാഹുവേ ഒരു തെറ്റുപോലും ചെയ്യാത്ത സ്വഹാബാക്കൾ, അള്ളാഹുവിനെ സ്വർഗത്തിൽ പ്രവേശിപ്പിച്ച റളിയല്ലാഹു അൻഹും വറളു അൻഹു എന്ന് അല്ലാഹു തആല പോലും പ്രത്യേകമായി പറഞ്ഞിരിക്കുന്നു. ആ സഹാബാക്കൾ ഖബർ കണ്ട് പൊട്ടിക്കരഞ്ഞുവെങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ നിങ്ങളുടെ അവസ്ഥ എന്താ? നമ്മൾ ഖബർ കണ്ടിട്ട് കരയാറുണ്ടോ? ഒന്ന് ചിന്തിക്കാറുണ്ടോ? എത്രയോ ഖബർസ്ഥാനിലൂടെ നമ്മൾ നടന്നു പോകുന്നു. അവിടെ അല്പസമയം നിന്നിട്ട് ആ ഖബറാളികൾക്ക് ഒരു സലാം ചൊല്ലിയിട്ട് അല്ലാഹുവേ ഈ ഖബറാളിയുടെ ഓരത്തുകൂടെ നടന്നു പോകുക നമ്മുടെ കാലിന്റെ ചുവട്ടടി അവർ കേൾക്കുമല്ലോ പടച്ചവനെ, ഈ ശബ്ദം അവർ കേൾക്കുമല്ലോ പടച്ചവനെ, നാളെ ഞാനും ഇവിടെ തന്നെ ആയിരിക്കുമല്ലോ അല്ലാഹുവേ എന്ന ചിന്ത നമ്മളെ അലട്ടാറുണ്ടോ സുഹൃത്തുക്കളെ? എന്റെ നിങ്ങളുടെ മനസ്സിൽ ഇത് അലട്ടാറുണ്ടോ ഈ ഖബറിനെ കുറിച്ച്? പണ്ടൊക്കെ ഖബറിസ്ഥാന്റെ അരികിൽ പോകാൻ പേടിയാണ്, ഖബറിന്റെ അരികിൽ വീട് വെക്കാനും വീട് കെട്ടാനും പുരയെടുക്കാൻ പേടിയാണ്. ഇന്ന് അതൊന്നും ഒരു പേടിയേ ഇല്ല, പ്രശ്നേ ഇല്ല. ഖബറിസ്ഥാന്റെ അരികിൽ 5 സെന്റ് സ്ഥലം കിട്ടില്ല, അവിടെ തന്നെ പുരവെക്കും. ഇനി ഖബറിസ്ഥാൻ ആരെങ്കിലും ഫ്രീ ആയിട്ട് പുരവെക്കാൻ കൊടുത്താൽ അതിന്റെ മുകളിൽ ഖബർ എടുത്ത് മാറ്റിയിട്ട് അവിടെ വെക്കും. ഇപ്പൊ ഇന്നലെ ഞാൻ കഴിഞ്ഞ പത്രത്തിൽ കണ്ടില്ലേ, ഇറാനില് വീടില്ലാത്തതിന്റെ പേരിൽ ഖബർ തുറന്നിട്ട് ഖബറിൽ കിടക്കുന്ന അവശിഷ്ടങ്ങൾ എടുത്തു മാറ്റിയിട്ട് അത് വീടായിട്ട് ഉപയോഗിച്ച് അവിടെ താമസിക്കുന്നു. ഖബറിൽ താമസിക്കുന്നു വീടായിട്ട്. വീടില്ലാത്തതിന് പകരം, ഭൂമിയില്ലാത്തതിന് പകരം ഖബർ തോണ്ടിയിട്ട് ഖബറിൽ കിടക്കുന്ന അവശിഷ്ടങ്ങൾ, മയ്യത്തുകൾ എടുത്ത് മാറ്റിയിട്ട് അതിൽ കിടക്കുന്നു. ടാർപാളിൻ കെട്ടിയിട്ട് അതിൽ കിടക്കുകയാണ്. ചിന്തിച്ചു നോക്ക് ഖബറിന്റെ അവസ്ഥ എന്താണ്. ഞാനോ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ? ഇതൊക്കെ വെറുതെയാണോ സുഹൃത്തുക്കളെ സംഭവം? ഇതൊന്നും വെറുതെ അല്ലല്ലോ ഈ പറയുന്ന ആയത്തുകളും ഹദീസുകളും. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വഫാത്താകുന്ന സമയം വരെ പിന്നീട് ചിരിച്ചിട്ടേ ഇല്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? ഞാൻ നിങ്ങൾ ഒരിക്കലും പോയേ മതിയാവും.
പോയേ മതിയാവും. പക്ഷെ ഒന്നുകിൽ ആ ഖബർ റൗളയായിരിക്കും, ഇല്ലെങ്കിൽ ആ ഖബർ ഹുഫ്റത്തുൻ മിൻ ഹുഫരിൻ നീറാൻ, നരകത്തിന്റെ വാതിലായിരിക്കും. അല്ലാഹു കാത്തുരക്ഷിക്കട്ടെ. അതുകൊണ്ടാണ് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു ആ ഖബറിന്റെ ഓരത്ത് നിന്ന് പൊട്ടി പൊട്ടി കരഞ്ഞത് അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞതായി ഞാൻ കേട്ടിട്ടുണ്ട്. ഒന്നുകിൽ ഈ ഖബർ റൗളയാണ്, അല്ലെങ്കിൽ ഈ ഖബർ നരകത്തിന്റെ കുണ്ടാരമാണ്, നരകത്തിന്റെ അഗ്നിഗോളമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഖബറിന്റെ ഓരത്ത് നിന്ന് കരയുന്നതെന്ന് മഹാനായ ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ റളിയല്ലാഹു തആല അൻഹു. അതല്ല നമ്മൾ ദുആ ചെയ്യുന്ന മയ്യത്തർക്കും അല്ലാഹുമ്മ സബ്ബിത്ഹു ഇൻദ സുആൽ, അല്ലാഹുമ്മ ജാഫിൽ ഖബ്റ അൻ ജൻബൈഹി, അല്ലാഹുമ്മ ആമിൻഹു മിൻ കുല്ലിൽ ഫസഅ, അല്ലാഹുമ്മഗ്ഫിർ ലഹു വർഹംഹു എന്നൊക്കെ പറയുന്നത് എന്തിനാണ്? അല്ലാഹുവേ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മലക്കുകൾ വരും. പടച്ചവനെ, ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ മലക്കുകൾ വരും. അല്ലാഹ് ആ സമയത്ത് അവനെ വിളിച്ചുണർത്തും. അല്ലാഹ് അവൻ എഴുന്നേറ്റിരിക്കും. അല്ലാഹ് ഐഖലാക അജ്ലസാക, ഹദീസ് അങ്ങനെയാണ്. ഐഖലാക വിളിച്ചുണർത്തും. യാ മുഹമ്മദ്, കണ്ണു തുറക്ക്, കണ്ണു തുറക്ക്, കണ്ണു തുറക്കും. അല്ലാഹ് മുഖത്ത് വെച്ച് മരിച്ച ഒരു മനുഷ്യന്റെ മുന്നിൽ ഇങ്ങനെ കണ്ണു തുറന്ന് പറഞ്ഞാൽ അവൻ കണ്ണു തുറന്നുള്ള അവസ്ഥ എന്തായിരിക്കും? ഓടും എല്ലാവരും പേടിച്ചിട്ട്. മരിച്ചൊരു ചങ്ങാതി കണ്ണു തുറന്നുള്ള അവസ്ഥ എന്താണ്? ഇവന്റെ മയ്യത്ത് ഖബറിലേക്ക് കൊണ്ടുവച്ചിട്ട് എല്ലാവരും മടങ്ങി പോകുമ്പോൾ ഐഖലാക വിളിച്ചുണർത്തും, അജ്ലസാക അവനെ വിളിച്ചിരുത്തും, സഅലാക ചോദിക്കും, മൻ റബ്ബുക, ആരാണ് നിന്റെ റബ്ബ്? അതൊരു വല്ലാത്ത ചോദ്യമാണ്. ആ സമയത്താണ് മനുഷ്യൻ ദുനിയാവിൽ റബ്ബ് അല്ലാഹു ആണ് എന്ന് മനസ്സിലാക്കി ദുനിയാവിൽ ജീവിച്ചോ അവൻ ആ ഖബറിടത്തിൽ അല്ലാഹ്, എന്റെ റബ്ബ് അല്ലാഹ് എന്ന് പറയാൻ കഴിയും. ومن أعرض عن ذكري فإن له معيشة ضنكا ونحشره يوم القيامة أعمى قال رب لم حشرتني أعمى وقد كنت بصيرا قال كذلك أتتك آياتنا فنسيتها وكذلك اليوم تنسى. പരിശുദ്ധമായ ഖുർആനിന്റെ ആയത്തിറങ്ങിയപ്പോൾ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്തുമായി മദീന പള്ളിയുടെ ഉമ്മറപ്പടിയിൽ വന്നിരിക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ കണ്ണ് ഈറനണിയുകയാണ്. വമൻ അറള അൻ ദിക്രി ഫഇന്ന ലഹു മഈശതൻ ലൻകാ. ആരാണോ എന്നോടുള്ള ഉത്തരവാദിത്വത്തിൽ വീഴ്ച വരുത്തിയത്, ആരാണോ ഞാൻ നമസ്കരിക്കണമെന്ന് പറഞ്ഞിട്ട് നമസ്കരിക്കാതെ പിന്തിരിഞ്ഞു പോയത്, ആരാണോ ഹറാമുകൾ വർദ്ധിച്ചു ജീവിച്ചത്, ആരാണോ ഹലാലുകൾ ഒഴിവാക്കിയത്, അല്ലാഹു ഏതൊന്നിനെ കൽപ്പിച്ചുവോ ആ കൽപ്പിക്കപ്പെട്ട കാര്യങ്ങളെ ആരാണോ ഉപേക്ഷിച്ചു കളഞ്ഞത്, അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ് ഫഇന്ന ലഹു മഈശതൻ ലൻകാ. അവന്റെ ജീവിതം നാം കൊടുസാരി കൊടുക്കുമത്രേ. നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഈ ആയത്ത് പറഞ്ഞപ്പോ സ്വഹാബാക്കളോട് ചോദിക്കുകയാണ്, ഏ സ്വഹാബത്തെ, അതദ്റൂന മൽ മഈശത്തുൽ ലൻകൂ. മഈശത്തുൽ ലൻക എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നിങ്ങൾക്കറിയുമോ? അല്ലാഹുവിന്റെ റസൂലിന്റെ സ്വഹാബാക്കളോട് നബിയുനാ റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുകയാണ്, അല്ലാഹുവിനോടുള്ള ഉത്തരവാദിത്തത്തിൽ നിന്ന് ആരാണോ വീഴ്ച വരുത്തുന്നത് അവർക്ക് ഞെരുക്കമായ കൊടുസായ ജീവിതമാണ് നൽകുന്നതെന്ന് അല്ലാഹു ഖുർആനിൽ പറഞ്ഞതിന്റെ അടിസ്ഥാനമനുസരിച്ച് ആ ഞെരുക്കമായ വീട് എവിടെയാണെന്നറിയോ സഹാബാ? നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സഹാബാക്കൾ പറയുകയാണ്, ലാ യാ റസൂലല്ലാഹ്, അറിയില്ല നബിയേ, അറിയില്ല നബിയേ. അല്ലാഹുവിന്റെ റസൂല് പറയുകയാണ്,
ഖബറാണ്, അത് ഖബറാണ്, ഖബറാണ്, ഖബറാണ്. സഹാബ, അല്ലാഹുവിനെ ധിക്കരിച്ച് ജീവിച്ചവൻ ആരാണോ അവന്റെ മയ്യിത്ത് ഖബറിലേക്ക് കൊണ്ടുവെക്കേണ്ട താമസം. അല്ലാഹു 99ഓളം പാമ്പുകളെയാണ് ആ ഖബറിലേക്ക് നിയോഗിക്കുക. അതിലൂടെ ആ ഖബർ ഞെരുക്കമായി പോകും സഹാബ. അതാണ് ഈ ആയത്തിറങ്ങാൻ കാരണമെന്ന് കമാ ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതാണ് ഖബർ. പാമ്പുകളൊക്കെ 99 ചെറിയ പാമ്പല്ലല്ലോ, നമ്മൾ ഈ കാണുന്ന പാമ്പല്ലല്ലോ, നമ്മൾ ഈ കാണുന്ന ചെറിയ പാമ്പല്ല. 99 പാമ്പുകളെ ആ ഖബറിലേക്ക് ഇറക്കിയിട്ട് ആ ഖബർ ഞെരുങ്ങാണ്. അതിന്റെ ഇടയിൽ അവൻ കിടന്ന് കഷ്ടപ്പെടും, അതിനിടയിൽ അവൻ കിടന്ന് കഷ്ടപ്പെടും. അങ്ങനത്തെ ഒരു വല്ലാത്ത ഒരവസ്ഥ. നഊദു ബില്ലാഹ്, അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കട്ടെ. എല്ലാ ദിവസവും നിങ്ങൾ അല്ലാഹുവിനോട് ദുആ ചെയ്യണം. മഗ്രിബ് നമസ്കാരത്തിൽ, സഹി നമസ്കാരത്തിൽ അല്ലാഹുമ്മ അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ, അജ്ർനി മിനന്നാർ, അജ്ർനി 7 പ്രാവശ്യം ഉടനെടുത്ത്. നമസ്കാരം ഒഴിവാക്കരുത്, നമസ്കാരം ഒഴിവാക്കരുത്. നമസ്കാരത്തിലൂടെ അല്ലാഹുവിനോട് ഖബറിന്റെ ശിക്ഷയിൽ നിന്ന് കാവൽ തേടണേ, കാവൽ ചോദിക്കണേ. നമസ്കാരത്തിലൂടെ ചോദിക്കണേ അല്ലാഹുവിന്റെ ശിക്ഷയിൽ നിന്ന്. അല്ലാഹുമ്മ ഇന്നീ അഊദു ബിക മിൻ അദാബിൽ ഖബർ.